ഹലോ, വെൽക്കം ഓൾ. ഇത് നമ്മൾ പാലക്കാടുകാർക്ക് അറിയുന്നൊരു സ്ഥലമായിരിക്കും ഞാൻ ഇന്ന് പോകുന്ന ഈ സ്ഥലം. ഇത് പിന്നെ ചിലപ്പോൾ വെളിയിൽ നിന്ന് വരുന്നവർക്ക് അറിയാൻ സാധ്യതയില്ല. ഇതൊരു ഹിഡൻ സ്പോട്ട് പോലത്തെ കുറച്ച് ഉള്ളിലോട്ട് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറയും. പണ്ട് ബ്രിട്ടീഷുകാർ പണിതൊരു പാലം കേട്ടോ ഇത്. ഇതിന് പ്രത്യേകതയുണ്ട്. ഈ പാലത്തിന് പ്രത്യേകതയുണ്ട്. അതായത് 3 പർപ്പസുള്ള പാലം അത്. ഒന്ന് നടക്കാനുള്ള പാലവും, പിന്നെ ഒന്ന് വെള്ളം കൊണ്ടുപോകുന്ന കനാലും, പിന്നെ ഒന്ന് റോഡും. അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് നമ്മുടെ കൽപ്പാത്തി പുഴയ്ക്ക് ക്രോസായിട്ട് വന്നാണ്. കൽപ്പാത്തി പുഴ പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ ഒരു കൈവഴിപ്പുഴയാണ്. അപ്പോൾ ഇതിന് ക്രോസായിട്ട് വരുന്ന ഒരു പാലമാണ് കേട്ടോ ഇത്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. ഇത് ഒട്ടുമിക്ക പാലക്കാടുകാർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസിനൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, സെയിൽസ് സംബന്ധമായ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവർ പൊതുവെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും കുറച്ചു നേരം ആ പാലക്കാട് ടൗണിൽ നിന്ന് അത്രയും വെയിലടിച്ച് നടക്കുന്നവർ ഒന്നൊരു ചെറിയ തണുപ്പ് കിട്ടാനൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് ഈ സ്ഥലം നമുക്ക് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പോകുന്ന റോഡാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കനാൽ, അതിൻ്റെ അപ്പുറത്ത് നടക്കാനൊരു വഴി. ഇങ്ങനെയാണ്. ഇത് കുറച്ച് ദൂരമുള്ളൂ, വളരെ കുറച്ച് ദൂരമുള്ളൂ. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന മരം കണ്ടു. ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലം കേട്ടോ. അവിടെ വന്നിരിക്കാനും അതിൻ്റെ ചോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലം. പിന്നെ ഈ സ്ഥലത്തിന് ഇതിൻ്റെ പുറകുവശമാണ് ഈ സ്ഥലത്തിൻ്റെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയും നല്ല തണലായിരിക്കും. കണ്ട നല്ല മരങ്ങൾ, ചുറ്റും മരങ്ങളും റോഡൊക്കെ ആയിട്ട് അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്കിരിക്കാം. പിന്നെ എന്താ ചുറ്റും പാടങ്ങളുണ്ട്. നമുക്ക് ഇരുന്ന ചുറ്റും എന്താ ഒരു കുളിർമ തരുന്ന ഒരു കാഴ്ചകളായിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവും. ഒരു സൈഡ് പാടം, പിന്നെ ചുറ്റും മരങ്ങളുള്ള റോഡ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കനാല്, അങ്ങനെ എന്താ പറയുക വെള്ളം. ഇതിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഗ്രാമമുണ്ട്. പാടങ്ങൾ, നെൽപ്പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമായിട്ട്. അത് നമ്മൾ പഴയൊരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ മുഖച്ഛായയാണ് ഈ സ്ഥലത്തിനുള്ളത്. അപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന പാലമാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കനാല് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വെള്ളം തുറന്ന് വിട്ടേക്കുവാണ്. വെള്ളം തുറന്നിട്ട് വരുമ്പോൾ ഇത് കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. അത് മൊത്തം നിറഞ്ഞ് കിടക്കും. ഇതിപ്പം വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു നോർമൽ കനാല് പോലെ അങ്ങനെ കാണുള്ളൂ. പക്ഷേ ഇത് വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഭംഗി തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ തണുപ്പാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു തണുപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടോ, ഈ മരങ്ങളൊക്കെ നല്ല ഫ്രഷ് എയർ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിലൊരു സമാധാനം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അവിടെ ആ മരം കാണുന്നുണ്ട് നിങ്ങൾ. ആ മരത്തിൻ്റെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഞാനൊക്കെ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭക്ഷണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ അതിൻ്റെ ചുവട്ടിലാണ് പോയിരുന്നിട്ടുള്ളത്. നല്ല സുഖം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടവാണത്. നമുക്കിവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങി കുടിക്കുകയൊക്കെ ചെയ്യാം. ചില സമയത്ത് ഒഴുക്കുണ്ടാവും. ഇപ്പോൾ അത്യാവശ്യം ഒഴുക്കുള്ള സമയമാണ്. അപ്പോൾ നീന്തൽ അറിയാവുന്നവർ മാത്രം ഇറങ്ങുക, അപകടം വരുത്താതിരിക്കുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ വേസ്റ്റൊന്നും ഇടാതിരിക്കുക. അവിടെ എന്താ വെച്ചാൽ നമ്മളൊരു നാട്ടിൽ വന്നു കഴിയുമ്പം അതിൻ്റെ ഭംഗി അതുപോലെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അവിടെ വേസ്റ്റൊക്കെ ഇട്ട് വൃത്തികേടാക്കുക. പിന്നെ വരുന്നവർക്ക് കാണേണ്ട ഭംഗിയായിട്ട് കാണണ്ടേ. അപ്പം വൃത്തിയായ രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. വെള്ളമില്ലാത്തപ്പോൾ ഇവിടെ കാണാൻ വലിയ ഭംഗിയുണ്ടാവില്ല. ഇത് നമ്മുടെ കൽപ്പാത്തി പുഴയാണ്. അപ്പോൾ വെള്ളമില്ലാത്തപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കും. അല്ലെങ്കിൽ ഇതൊരു ഭംഗിയാണ്. പിന്നെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം നിറഞ്ഞ്, ഇപ്പം നമ്മൾ കനാല് കണ്ടില്ല, അതുപോലെ നല്ല ഭംഗിയായിരിക്കും. പാലത്തിന് ചുറ്റും നല്ല ഭംഗിയായിരിക്കും. അവിടെ ഈ മരങ്ങളുടെയും വെള്ളത്തിൻ്റെ എല്ലാം അവിടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഈ അപ്പുറ സൈഡാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ മരം. ഇതിൻ്റെ ചുവട്ടിലേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ മരത്തിന് ഇത്രയും പടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ ഈ സ്ഥലത്തിന്. ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞ ആ കനാല്. ഇത് ഒരു ചെറിയ കനാലാണ്. ഒരു 2 പേർക്ക് മാത്രം കഷ്ടിച്ച് നീന്താൻ പറ്റുന്ന ഒരു കനാലാണ്. ഇവിടെയും ചാടി നീന്തുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ കനാലാണ് നേരത്തെ അപ്പുറത്ത് കണ്ട ആ വലിയ കനാലിൻ്റെ ഇതിലേക്ക് കണക്റ്റ് ആവുകയുണ്ട്. ഈ കനാൽ ഇവിടെ നിന്ന് അങ്ങനെ വലിയതിലേക്ക് കണക്റ്റ് ആവുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. പിന്നെ നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിലും, പിന്നെ അത്യാവശ്യം ഇതുപോലെ ഉച്ചയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിരിക്കാനോ ഒക്കെ പറ്റിയ സ്ഥലമാണ്. പാലക്കാടിൻ്റെ ചൂടിൽ നിന്ന് ബുദ്ധിമുട്ടുന്നവർക്ക്, കുറച്ച് തണൽ വേണം, കുറച്ച് തണുപ്പ് വേണം എന്നൊക്കെ തോന്നുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ ഇത്. അത്യാവശ്യം വീക്കെൻഡ് ഡേയ്സിലും ഹോളിഡേയ്സിലൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമായിരിക്കും ഇത്. ഒരുപാട് ആളുകൾ വരും. ഒരുപാട് പേര് വന്നു കഴിയുമ്പോൾ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമുക്ക് പൊതുവെ തിരക്കെത്തുന്ന വണ്ടികളൊക്കെ പാലത്തിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യും. പിന്നെ ഈ മൊത്തം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് മൊത്തത്തിൽ തിരക്കുള്ളതുപോലെ ഫീൽ ചെയ്യും.
ഇതൊരു ഇട ദിവസങ്ങളിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല. ഇതുപോലെ ഒഴിഞ്ഞു കിടക്കായിരിക്കും. ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ് ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. അതാണ് ഈ സമയം നോക്കി വരാനാണെങ്കിൽ ഈ ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് കണ്ടു നല്ല തെളിഞ്ഞ വെള്ളം, നല്ല സുഖമായിട്ട് ഒഴുകുന്ന വെള്ളം, തണുത്ത വെള്ളമാണ്, നല്ല തണുപ്പ വെള്ളത്തിന് കേട്ടോ ഇവിടെ. പിന്നെ ഇതാണ് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ പോലെ ചെറിയൊരു ഏരിയ. ഇവിടെ ചെറിയ ബൈക്കുകളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ മാത്രമേ സ്പേസ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കുറച്ച് ഇടുങ്ങിയ പോലത്തെ സ്ഥലം. അപ്പം വരുന്നവർ വാഹനങ്ങളൊക്കെ ഒരു പരിധി വരെ ഒതുക്കി വെക്കാൻ നോക്കുക. ഇതിന് മുന്നോ അല്ലെങ്കിൽ ഇതിന് ശേഷമോ വണ്ടി വെക്കാൻ നോക്കുക. ഇതിനിടയ്ക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നാട്ടുകാർ അപ്പുറത്തും ഗ്രാമമോ നാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാകും. അവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ചെയ്യാം. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എഫക്റ്റ് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരിക്കലെങ്കിലും നേരിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത്. നമ്മളൊരു സ്ഥലം എപ്പോഴും ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധിക്കുന്നവരെല്ലാം വരിക, വന്ന് നോക്കുക, വന്ന് അനുഭവിച്ചറിയുക. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നമ്മൾ അവിടം വൃത്തികേടാക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ നോക്കുക. അത്ര നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിക്ക് ആസ്വദിക്കുക. കുളിക്കേണ്ടവർക്ക് കുളിക്കാം, കഴിക്കേണ്ടവർക്ക് കഴിക്കാം, എന്തും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണത്. വൃത്തികേടാക്കാതിരുന്നാൽ മതി. എപ്പോഴും ഈ സ്ഥലം ഇങ്ങനെ ഭംഗിയായിരിക്കട്ടെ, അതല്ല അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല ഹിഡൻ സ്പോട്ടുകളുമായിട്ട് നമുക്ക് കാണാം. ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.